തന്റെ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് തനിക്ക് തോന്നാറുണ്ടോ? ഇപ്പൊ ഈ നാഗത്തറയിൽ നവീനോടൊപ്പം വന്നു നിന്നത് സിത്താരയുടെ മകൾ ഗാഥയാണോ? നന്ദഗോപാലിനെ പോലെ എനിക്കും സത്യം അറിയാം. നവീൻ താലി ചാർത്തിയത് ഗാഥയല്ല, കൃഷ്ണയാണ്. കളരിക്കൽ നടന്ന പൂജാ ചടങ്ങുകളിൽ ഇതുവരെ പങ്കെടുത്തിരുന്നതും കൃഷ്ണ തന്നെയാണ്. ഇപ്പോ ഈ നാഗത്തറയിൽ നവീനോടൊപ്പം നിന്നിരുന്നതും അനുഗ്രഹം ഏറ്റുവാങ്ങിയതും തങ്കത്തിന്റെ മകൾ കൃഷ്ണയാ. എന്തൊക്കെ നിങ്ങൾ പറയുന്നേ? എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് ഇത് പരസ്യമായി ഞാനും നന്ദനും വിളിച്ചു പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ സിത്താരയ്ക്ക്? കൃഷ്ണ ഒരു വാക്ക് മൂളാത്തതുകൊണ്ടാ. സമ്മതം എന്ന ഒരു വാക്ക് അവള് പറഞ്ഞാ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയിക്കും. സിത്താരെ, ദൈവങ്ങളുടെ തീരുമാനം മറികടക്കാൻ നമ്മൾ മനുഷ്യർക്കാവില്ല. സിത്താര കനിവ് കാട്ടണം. കൃഷ്ണയും നവീനും ഒന്നിച്ചു കഴിയാൻ സിത്താര സമ്മതിക്കണം. അതിന്റെ പേരിൽ സിത്താരയ്ക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പകരം ദൈവാനുഗ്രഹം സിത്താരയ്ക്കും സിത്താരയുടെ മകൾക്കും ഉണ്ടാവും. അമ്മ പറഞ്ഞതിന്റെ മറുപടി നവീന്റെ അച്ഛനോട് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഒന്നും നവീൻ അറിയാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടെ കടമയാണ്. അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ. കളരിക്കല് നവീന്റെ ഭാര്യ എന്റെ മോള് ഗാഥയാണ്. അവള് തന്നെ ആവണം ആ സ്ഥാനത്ത്. അതിന് മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട. എന്റെ നാഗദൈവങ്ങളെ, ഇതെന്താച്ചാ? എന്താ ഇത്? എന്താ ഇത്? എന്താ നിന്റെ അച്ഛൻ ചെയ്യുന്നേ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചിട്ട് അച്ഛനൊന്നും പറയുന്നില്ല. എന്താ ഉദേട്ടാ? എന്താ സംഭവം? നിർമ്മലേ, നീ തീ കൊണ്ട് കളിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ്. ഇത്രയും കാലം ഇവിടെ രണ്ട് കഥയുണ്ടെന്ന് നമ്മൾ മൂന്നുപേരും കൂടെ വിളിച്ചു കൂവിയിട്ട് ഇവിടെ ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? രണ്ട് കഥമാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തോണ്ട്. പക്ഷേ അവര് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ? ഈ കാര്യത്തിന്റെ പേരിലെ എനിക്ക് കുറെ തല്ലുകൊണ്ടിട്ടുള്ളതാ. അതുകൊണ്ട് ഞാനിതൊരു വെല്ലുവിളിയായിട്ട് എടുക്കണ്ടേ മോളെ? ശാന്തി മുഹൂർത്തത്തിന്റെ പൂജ ചെയ്യുന്നത് ഗാഥയാണ്. അതെ, ഈ ഭസ്മത്തിന്റെ കൂടെയുള്ളത് നല്ല ഒന്നാം തരം ഗൺ പൗഡറാ. ഒന്ന് തീപ്പെട്ടി ഉരച്ചാൽ പോലും തീ ആളി കത്തും. കർപ്പൂരം കത്തിക്കുന്നത് ഗാഥയല്ലേ? അപ്പോ തീ അവളുടെ മുഖത്തേക്ക് ആളിപ്പടരും. അവളുടെ മുഖം പൊള്ളും. പൊള്ളിയ പാട് ഒരുത്തിയുടെ മുഖത്തുണ്ടെങ്കിലേ അടുത്തവളെ തിരിച്ചറിയാൻ നമുക്ക് എളുപ്പമല്ലേ? എല്ലാവർക്കും എളുപ്പമല്ലേ? അച്ഛാ, ഇതൊക്കെ നടക്കൂ? പിന്നെ അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കായിരുന്നില്ലേ മോളെ? ഇനി നീ നോക്കിക്കോ, രണ്ട് ഗാഥയുടെ കളി ഇവിടെ നടക്കില്ല. എന്താ നിർമ്മലേ? ഉദേട്ടിന്റെ ബുദ്ധി അസലായി. നമ്മൾ ഇതുവരെ പ്രയോഗിച്ചതിൽ ഏറ്റവും കൂടിയ തന്ത്രമായത്. അവസാനം നിർമ്മല എന്നെ ഒന്ന് അംഗീകരിച്ചല്ലോ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പഠിച്ച് ഉദേട്ടൻ കുറച്ച് മെച്ചപ്പെട്ടതേ ഉള്ളൂ. അങ്ങനെ ആ ക്രെഡിറ്റും കൊണ്ടുപോയല്ലേ? ക്രെഡിറ്റ് ആര് കൊണ്ടുപോയാലും സാരമില്ല. എന്തായാലും ഗാഥയുടെ കള്ളക്കളി നമുക്ക് കണ്ടുപിടിക്കാലോ. അച്ഛാ,
ഗാഥയുടെ കള്ളക്കളി കൃത്യമായിട്ട് എല്ലാവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുത്താലേ അച്ഛനൊരു ബുദ്ധിമാനാണെന്ന് ഇവിടെയുള്ളവർ മുഴുവൻ അംഗീകരിക്കും. ആ ഒരു പ്രതീക്ഷയിലല്ലടി മോളെ ജീവൻ പണയം വെച്ചും ഞാൻ ദേ ഈ കളി കളിക്കുന്നത്. നവീൻ, വേണ്ട നവീൻ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്താൽ എന്താ കുഴപ്പം? എഴുന്നേക്ക് നവീൻ, ഇതൊക്കെ എന്തിനാ നവീൻ ചെയ്യുന്നേ? ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. പല സ്ത്രീകളും അവരുടെ ഭർത്താവിന്റെ സ്നേഹം അളക്കുന്നത് ഈ ഒരു സംഭവത്തിലാ. ഇതാണ് ഭർത്താവിന്റെ സ്നേഹത്തിന്റെ മെഷർമെന്റ്. സാരിയുടെ പ്ലീറ്റ്സ് പിടിക്കുന്നതോ? യെസ്. ഈ ഭാര്യമാരുടെ മനസ്സിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കാണും. അതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. അതിങ്ങനെയുള്ള കാര്യങ്ങളാ. അതിലൂടെ സത്യത്തിൽ അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? എന്താ? തന്റെ ഭർത്താവ് എപ്പോഴും തന്റെ കൂടെ ഉണ്ടാവണമെന്ന്. അല്ല, തന്റെ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് തനിക്ക് തോന്നാറുണ്ടോ? അതെ, മിണ്ടാന്നെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് പിന്നെ നവീൻ എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതങ്ങ് തുറന്നു പറയും. എന്തായാലും ഈ ആഗ്രഹം ഇന്നു മുതൽ സാധിച്ചു തരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? ഏതായാലും ഇന്ന് ശാന്തി മുഹൂർത്തമൊക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുമല്ലേ. അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് തനിക്ക് ഒരു പരാതി ഉണ്ടാവില്ല. എന്തിനെ പറ്റി? ഞാൻ അടുത്തില്ല എന്നതിനെ പറ്റി. കാരണം ഞാൻ തൻ്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോവില്ല. അയ്യോ, അതൊന്നും വേണ്ട. അതെ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര മാസമായെന്നറിയാമോ? നാഗങ്ങളും ദൈവങ്ങളും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് ഇത്രയും സമയമായി. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അയ്യോ നവീൻ, ഇങ്ങ് തന്നോളൂ, ഞാൻ വെച്ചോളാം. ഭർത്താവ് സാരിയുടെ പ്ലേറ്റ് പിടിച്ചു തരുന്നത് ഭാര്യയുടെ ഒരു ആഗ്രഹവും സന്തോഷമൊക്കെ ആയിരിക്കും. പക്ഷേ ഒരുങ്ങി നിൽക്കുന്ന ഭാര്യയുടെ മുടിയിൽ മുല്ലപ്പൂ വയ്ക്കുന്നത് ഭർത്താവിന്റെ അവകാശം.